പ്രിയമുള്ളവരെ, വെൽക്കം ടു JP ഫ്രെയിംസ്. ഇന്ന് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈദ്യുത കാന്തിക പ്രേരണം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ട് പോൾസ് ഉണ്ട്, ഒരു നോർത്ത് പോളും മറ്റൊരു സൗത്ത് പോളും. ഇതിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നമ്മൾ നോർത്ത് ടു സൗത്ത് ആണ് വരയ്ക്കുക. നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചിരിക്കുന്നു. നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. സൗത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആരോ മാർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കും. ഈ നമ്മൾ വരച്ച മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് വേറൊരു ടേം ഉപയോഗിച്ച് സാധാരണ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതിനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് വിളിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള ആകെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഇനി കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സിനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുക. അതുപോലെ നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തൽക്കാലം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു കാര്യമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. നിങ്ങൾക്ക് പരിചയമുള്ള ഡിവൈസ് ആണ്. സാധാരണ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഗാൽവനോമീറ്ററിനെ ഇങ്ങനെയാണ് വരച്ച് റെപ്രസെന്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഈ ഗാൽവനോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ടിന്റെ പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അത് വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ഡിഫ്ലക്ട് ചെയ്യും, കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് വലത്തോട്ട് ആണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഈ ഡയറക്ഷനാണ് കറണ്ട് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയ ഇത് ഇടത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പം അത് സീറോ, ഇത് സെന്റർ സീറോ ആണ്, ഇവിടെ സീറോ ആണ്, ശരിക്കും സീറോയിലേക്ക് പോയിന്റ് ചെയ്യും. കറണ്ട് ഉണ്ടെങ്കിൽ, അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ സാന്നിധ്യം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. കറണ്ടിന്റെ സാന്നിധ്യം അറിയുന്നതിനും അതിന്റെ ദിശ കാണിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കമ്പിച്ചുരുൾ, ഒരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിനോട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് ചലിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇത് മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഈ കാന്തം ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തേക്ക് ചലിപ്പിച്ച സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗാൽവനോമീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ സൂചിക്ക് എന്ത് സംഭവിച്ചു? നീഡിലിന് എന്ത് സംഭവിച്ചു? അത് വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സർക്യൂട്ടിൽ നേരത്തെ ഒരു കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ബാറ്ററിയോ കറണ്ടിന്റെ സോഴ്സോ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാന്തം ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് ചലിപ്പിച്ച സമയത്ത് ഗാൽവനോമീറ്റർ വലത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ഇനി നേരെ തിരിച്ച് അകത്തിരുന്ന കാന്തം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നോക്കുക, ഗാൽവനോമീറ്റർ നീഡിൽ എന്ത് സംഭവിച്ചു? ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എതിർദിശയിൽ ഇടത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അഥവാ അകത്തേക്ക് കാന്തം ചലിപ്പിച്ചപ്പോഴും പുറത്തേക്ക് കാന്തം ചലിപ്പിച്ചപ്പോഴും ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. ആദ്യമേ വലത്തോട്ടും പിന്നീട് ഇടത്തോട്ടും ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഉണ്ടായി എന്നാണ്. ഈ എക്സ്പെരിമെന്റ് അദ്ദേഹം പിന്നീട് ആവർത്തിച്ചു, പല കാര്യങ്ങൾ ചെയ്തു നോക്കി. അതിനകത്ത് ആദ്യമേ മാഗ്നറ്റ് ഈ സോളിനോയിഡിനടുത്ത് കൊണ്ട് വെറുതെ പിടിച്ചു. ആ സമയത്ത് ഡിഫ്ലക്ട് ചെയ്യുന്നില്ല, ഡിഫ്ലക്ഷൻ ഉണ്ടായില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ നമുക്കറിയാം ഇത് ഡിഫ്ലക്ട് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഡിഫ്ലക്ഷൻ ഈസ് ടുവേഴ്സ് റൈറ്റ് നമ്മൾ കണ്ടതാണ്. മാഗ്നറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് സ്റ്റേഷനറി. ചലിപ്പിക്കാതെ മാഗ്നറ്റ് ഇതിനകത്ത് വെച്ചു. അകത്ത് വെറുതെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഇല്ല. മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. ഈ പറഞ്ഞ കേസാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ സമയത്തും എന്ത് സംഭവിച്ചു? ഇത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ടുവേഴ്സ് ലെഫ്റ്റ്. ദ സൗത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. സൗത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്, ഇവിടെ
നോർത്ത് പോളാണ് ആദ്യം മൂവ് ചെയ്തത്. ഇനി സൗത്ത് പോളാണ് ഇതിനകത്തേക്ക് മൂവ് ചെയ്യിക്കുന്നതെങ്കിലും ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ നോർത്ത് പോള് അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ സൗത്ത് പോള് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നില്ല? ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അഥവാ സർക്യൂട്ടിൽ സോളിനോയിഡിൽ കറണ്ട് ഉണ്ടാകുന്നില്ല. സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് ദ മാഗ്നറ്റ് സ്റ്റേഷനറി. ഈ മാഗ്നറ്റ് സ്ഥിരമായി അവിടെ വെച്ചു. സോളിനോയിഡ് മൂവ് ചെയ്തപ്പോഴും എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ ഉണ്ടായി. അഥവാ നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. Whenever there is a relative motion between the magnet and the solenoid, there is a current in the solenoid. അഥവാ ഈ മാഗ്നറ്റും സോളിനോയിഡും തമ്മിൽ ഒരു ആപേക്ഷിക ചലനം ഉള്ളപ്പോൾ രണ്ടും ഒരേ വേഗതയിൽ ഒരേ ഡയറക്ഷനിൽ ചലിപ്പിച്ചാൽ സംഭവിക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരമായി അവിടെ ചലിപ്പിക്കാതെ വെച്ച് മറ്റൊന്ന് മാത്രം ചലിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അകത്തേക്കോ പുറത്തേക്കോ ചലിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അഥവാ ഇത് പുറമെ വെറുതെ മൂവ് ചെയ്യാതെ ഈ മാഗ്നറ്റ് അരികിൽ കൊണ്ട് വെച്ചിരുന്നാൽ മാത്രം കറണ്ട് ഉണ്ടാകുന്നില്ല. അകത്ത് കൊണ്ടുപോയി നിശ്ചലമായി പിടിച്ചിരുന്നാലും കറണ്ട് ഉണ്ടാകുന്നില്ല. കറണ്ട് ഉണ്ടാകുന്ന എപ്പോഴാണ്? whenever the magnet is either pushed into the coil or withdrawn from the coil. അകത്തേക്ക് കൊണ്ടുപോയാലോ പുറത്തേക്ക് എടുക്കുമ്പോഴോ മാത്രമേ ഈ പറയുന്ന കറണ്ട് ഉണ്ടാകുന്നുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്ത് നോക്കി. അപ്പൊ കറണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. മാഗ്നറ്റ് ചലിക്കുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ സോളിനോയിഡ് ചലിപ്പിക്കുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി. ഇനി അദ്ദേഹം ചെയ്തത് എന്താ? ഇദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്തു നോക്കി. ഒന്ന്, ഈ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തു. സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു നോക്കി. ആ സമയത്ത് ഡിഫ്ലക്ഷൻ കൂടുതലായിട്ടുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഡിഫ്ലക്ഷൻ കൂടുതലായിട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കറണ്ട് കൂടുതലായി ഉണ്ടാകുന്നു എന്നാണ്. ഇനി സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിച്ചു. ബാർ മാഗ്നറ്റ് കൂടുതൽ ശക്തിയുള്ള ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചു. അപ്പോഴും എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ അവിടെ കൂടുതലായിട്ടുണ്ടായി. പിന്നെ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്തു. ആ സമയത്തും എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ കൂടുതലായിട്ടുണ്ടായതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ആ സമയത്തെല്ലാം ഒരു കറണ്ട് ഉണ്ടായി. അഥവാ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഈ ഒരു ഫിനോമിനൻ, ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക. whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is called electromagnetic induction. നമുക്കറിയാം, നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ ഈ മാഗ്നറ്റ് ഈ കോയിലിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ മാഗ്നറ്റ് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിക്കുന്നു? ഇമാജിനറി ലൈൻസ് ആണ്, പക്ഷെ അതിന് ചുറ്റും അതുകൊണ്ട് നമുക്ക് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യപ്പെടുന്നു. ഈ കോയിൽ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യപ്പെടുന്നു. അഥവാ നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ആ സർക്യൂട്ടിൽ ഇവിടെ സോളിനോയിഡ് ആണ്. ഈ സോളിനോയിഡിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പ്രേരിതമാക്കപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ ആ പറയുന്ന ഫിനോമിനെ പറയും. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ ഇലക്ട്രോമാഗ്നറ്റിക് കറണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ, കറണ്ട് ഉണ്ടാകണമെങ്കിൽ വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? whenever there is a change in the magnetic flux linked with a coil, an EMF is induced in the coil. This phenomenon is called electromagnetic induction. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വോൾട്ടേജിനെ അഥവാ EMFനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളെയാണ് ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആശ്രയിച്ചിരിക്കുന്നത്? 3 കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഒന്ന്, number of turns of the solenoid. 2, strength of the magnet. 3, the speed with which magnet or solenoid is moved. അപ്പോൾ 3 കാര്യങ്ങളെ ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് അഥവാ ഇൻഡ്യൂസ്ഡ് EMF ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നും ഓർത്തിരിക്കണം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു നിയമമുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. എന്തായിരുന്നു സിറ്റുവേഷൻ?
ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുന്നു. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. അതായത് DC മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പക്ഷേ ഇവിടെ ഇതെന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ബാക്കി രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഏത് ഡയറക്ഷനാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഏത് ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിയമമാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താ പറയുന്നത്? വലത് കൈയിലെ 3 വിരലുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയി വരത്തക്ക രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ 4 ഫിംഗർ ചൂണ്ടുവിരല് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരണം. തമ്പ് തള്ളവിരൽ എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ തരണം. അപ്പോൾ ഈ സെക്കൻഡ് ഫിംഗർ അഥവാ മിഡിൽ ഫിംഗർ എന്ത് തരുന്നു എന്നാ പറഞ്ഞത്? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ തരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രം തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മൾ 4 ഫിംഗർ പിടിക്കുന്നു. നോക്കൂ, ചൂണ്ടുവിരൽ നോർത്ത് ടു സൗത്ത് ഇങ്ങോട്ട് പിടിച്ചിരിക്കുന്നു. ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ് കാണിച്ചിട്ടുണ്ട്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പൊ നോക്കിക്കേ, കറണ്ട് എങ്ങോട്ടായിരിക്കും? കറണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദിസ് പ്ലെയിൻ. ഈ വയറിൽ കൂടി പുറത്തേക്ക് വരുന്നതായിട്ട് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്താൽ അത് വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണാനാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ടതാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും തമ്മിൽ മാറിപ്പോകരുത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ആ സർക്യൂട്ടിൽ കറണ്ട് ഓൾറെഡി തന്നിട്ടുണ്ടാവും. കറണ്ട് തന്നിരിക്കുന്ന ഒരു സർക്യൂട്ടിൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുകയും ആ ഫോഴ്സിന്റെ ഫലമായിട്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ കാണാനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ഹാൻഡ് റൂൾ ആണ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മൂവ്മെന്റ് ഉണ്ട്, നമ്മൾ അതിനെ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണാനാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പിന്നെ ഡയറക്റ്റ് കറണ്ട്. നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന സർക്യൂട്ട് ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. 6000 ഓം എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ടിന്റെ സാന്നിധ്യം അറിയുന്നതിനും ഡയറക്ഷൻ കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, സർക്യൂട്ട് ഓൺ ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നു. എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? ഏതെങ്കിലും ഒരു വശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഒരു വശത്തേക്ക് മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ, ഒരു സൈഡിലേക്ക്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് ടുവേഴ്സ് റൈറ്റ്, ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു വശത്തേക്ക് മാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നു. എന്നാൽ അപ്പോൾ മൂവ്മെന്റ് ഓഫ് ദി ഗാൽവനോമീറ്റർ ഇത് ഞാൻ ടുവേഴ്സ് റൈറ്റ് എന്ന് ഇവിടെ എഴുതുക. ടുവേഴ്സ് റൈറ്റ് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തത്, ഗാൽവനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ സോളിനോയിഡ്, എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ആൻഡ് ഔട്ട് കണ്ടിന്യൂസ്ലി ഇൻ ദ സോളിനോയിഡ്. നോക്കൂ, ഒരു മാഗ്നറ്റ് ഇതിനകത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഗാൽവനോമീറ്റർ നീഡിൽ വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി. ഇനി രണ്ടാമത്, ഈ മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുമ്പോഴോ ഗാൽവനോമീറ്റർ നീഡിൽ ഇടത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് ഡിഫ്ലക്ട് ടുവേഴ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കറണ്ടിന്റെ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ആദ്യം വലത്തോട്ടും ഇടത്തോട്ടും, അല്ലെങ്കിൽ ആദ്യം അത് വലത്തോട്ടാണെങ്കിൽ പിന്നീട് അത് ഇടത്തോട്ട് അങ്ങനെ മാറുന്നു. അഥവാ ഇവിടെ ഡയറക്ഷൻ മാറുന്ന ഒരു കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള കറണ്ടിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. തുടർച്ചയായി ഡയറക്ഷൻ മാറുന്ന കറണ്ടിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ പ്രത്യാവർത്തി ധാര വൈദ്യുതി എന്ന് പറയും. ഇനി ഡയറക്ഷൻ മാറാതെ ഒരേ ഡയറക്ഷനിൽ തന്നെയുള്ള കറണ്ടിനെ നമ്മൾ നേർധാര വൈദ്യുതി എന്ന് അഥവാ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ കറണ്ട് അവിടെ ഉണ്ടാക്കപ്പെടുന്നു, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കിയെടുത്തുകൂടെ? അപ്പോൾ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്റർ നമുക്കറിയാം, നമ്മൾ സാധാരണ പരിചിതമായിട്ടുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. 1, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 2, അതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 3, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇനി രണ്ടാമത്തത്, എന്തൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ? നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇവിടെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന രണ്ട് ഫീൽഡ് മാഗ്നറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എ ബി, ഇത് നിങ്ങൾ ഡി സി മോട്ടോർ പഠിച്ചപ്പോൾ കണ്ട സ്ട്രക്ചറുമായിട്ട് സാമ്യമുണ്ട്. ABCD എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലാണ്. ഇവിടെ B1 B2 എന്ന് പറയുന്നത് ബ്രഷുകളാണ്. R1 R2 എന്ന് പറയുന്നത് ഇത് സ്ലിപ്പ് റിങ്സ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ മുന്നേ ഡി സി മോട്ടോർ പഠിച്ചപ്പോൾ സ്പ്ലിറ്റ് റിങ്സ് ആണ് കണ്ടത്. പകുതി മാത്രമുള്ള മുഴുവൻ റിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു ഹാഫ് അങ്ങനെയുള്ള സ്പ്ലിറ്റ് റിങ്സ് ആയിരുന്നു കണ്ടത്. ഇവിടെ അതിന് പകരം എന്താണ്, സ്ലിപ്പ് റിങ്സ് ആണ് എന്നേ ഉള്ളൂ. പിന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു ഗാൽവനോമീറ്ററിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. എന്തിനാണ്, ഇതിൽ കറണ്ട് ഉണ്ടായോ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു AC ജനറേറ്ററിന്റെ ഭാഗങ്ങൾ. എന്തൊക്കെയാണെന്ന് ഓർക്കുക: ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ കോയിൽ, സ്ലിപ്പ് റിങ്സ്, ബ്രഷസ്, അത്രേ ഉള്ളൂ. ഇനി അത് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഉദാഹരണത്തിന് നമ്മുടെ ഈ കോയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഡിവൈസിന്റെ സഹായം തേടണം. അതായത് ഈ പറയുന്ന കോയിലിനെ റൊട്ടേറ്റ് നമ്മൾ യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ABCD എന്ന് പറയുന്ന കോയിൽ, അതിന്റെ അറ്റത്തുള്ള ഈ റിങ്സ് ഇത് ഒരുമിച്ചാണ്. ഇത് രണ്ടും ഒരേ ആക്സിസിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റിംഗ് കൂടി അതിൻ്റെ ഒപ്പം റൊട്ടേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടെ നടക്കുന്നത് എന്താ, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. അഥവാ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്, എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. അപ്പോൾ ഇലക്ട്രിക് ജനറേറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞതുപോലെ ABCD എന്ന് പറയുന്ന കോയില് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻ ദ പോർഷൻ AB? ഇനി നോക്കൂ, ഇവിടെ ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന വശം മുകളിലേക്ക് പോകുക. ആദ്യമേ റൈറ്റ് ഹാൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടക്ടർ മൂവ് ചെയ്യുന്ന അപ്വേർഡ്, കറണ്ട് എങ്ങോട്ടാ, കറണ്ട് ഈസ് ഇൻ ടു ദ കോയിൽ, ഇൻ ടു ദ ബോർഡ്, ഇൻ ടു ദ പ്ലെയിൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ കറണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഫ്രം A to B ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് CD എന്ന് പറയുന്ന വശം നോക്കുക. CD എന്ന് പറയുന്ന വശത്തെ സംബന്ധിച്ച് താഴേക്ക് പോകുന്നു. CD എന്ന് പറയുന്ന വശം താഴേക്ക് മൂവ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറണ്ട് എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് C to D ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ആദ്യത്തെ പാർട്ട്, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ പോർഷൻ AB? ഇറ്റ് ഈസ് A to B. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ പോർഷൻ CD? C to D എന്ന് കാണാൻ സാധിക്കും. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ കോയിൽ ABCD? ഫ്രം A to D. എയിൽ നിന്ന് ഡിയിലേക്കാണ് കറണ്ട് പോകുന്നത്. ഇനി അവസാനത്തെ കാര്യം, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? നോക്കിക്കേ, ഇത് കറണ്ട് ഇവിടെ വന്നു, ഡിയിലെത്തി, ഇതിൽ കൂടി വന്ന് ഈ B2 കൂടി കടന്ന് താഴേക്ക് പോയി, പിന്നെ ഇതിലെ വന്ന് B1 എത്തിച്ചേരുന്നു. അഥവാ ഡയറക്ഷൻ ഓഫ് കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ B2 to B1 ആണ് എന്ന് കാണാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലായി കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കോയിൽ ഒരു 90 ഡിഗ്രി തിരിഞ്ഞ് ഇവിടെ വന്നു. B എന്ന് പറയുന്ന, അതായത് ഇതിന് വെർട്ടിക്കലായിട്ട് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്താണ് ഇതിൽ മാക്സിമം EMF ഉണ്ടാകുന്നത്. നോക്കിക്കേ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോയിൽ ഇപ്പം മൂവ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ കോയിൽ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പം മാക്സിമം ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മാഗ്നറ്റിക് ഫീൽഡും ഈ പറയുന്ന കോയിലിന്റെ മൂവ്മെന്റും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്. ഇനി ഈ കോയിൽ ഇങ്ങനെ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ആണ്, നോർത്ത് ടു സൗത്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡും ഈ കോയിലും പാരലൽ ആവും. അന്നേരം EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും, അഥവാ 0 ആയിരിക്കും. അപ്പോൾ മാക്സിമം ആകുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്. കണ്ടക്ടറിന്റെ മൂവിംഗ് ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആകുമ്പോൾ EMF 0 ആണെന്ന് വിചാരിക്കാം. ഇനി നേരെ തിരിച്ച് വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇതൊരു 180 ഡിഗ്രി തിരിഞ്ഞ് അപ്പുറത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശം എന്തായി തീർന്നു? ഇവിടെ AB, ഇവിടെ CD,
ഇവിടെ സി ഡി ആയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ കണ്ടായിരുന്നു കറണ്ട് എന്ന് പറയുന്നത് എ ടു ബിയും സി ടു ഡിയും ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തായി? കറണ്ട് എന്ന് പറയുന്നത് ഡി ടു സി ആയി, ഇവിടെ കറണ്ട് ബി ടു എ ആയി. ഇടതുവശത്ത് ഡി ടു സിയും വലതുവശത്ത് ബി ടു എയുമായി. കറണ്ടിന്റെ ഡയറക്ഷൻ മാറി, തിരിഞ്ഞു, ഓപ്പോസിറ്റ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് സംഭവിക്കുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു, എതിരെയാവുന്നു. നേരത്തെ ഉണ്ടാകുന്നതിന്റെ എ ടു ബി ആയിരുന്നു, സി ടു ഡി ആയിരുന്നു. ഇപ്പൊ അത് ഡി ടു എയും ഡി ടു സിയും ബി ടു എയും ആയിത്തീരുന്നു. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നു. ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ടിന്റെ ഡയറക്ഷനും അതേപോലെ മാറും. ബി ടു ടു ബി വൺ എന്നുള്ളതിന് പകരം ബി വൺ ടു ബി ടു ആയിത്തീരും. നോക്കുക, ഹാഫ് റൊട്ടേഷൻ ആയപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അടുത്ത റൊട്ടേഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ 180 ഡിഗ്രി തിരിയുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. അങ്ങനെയാണെങ്കിൽ അത് നമ്മളൊന്ന് വിശദമായിട്ട് ഇവിടെ കാണുക. ഒന്നുകൂടെ മാറ്റി നമ്മൾ വരച്ചിരിക്കുന്നതാണ്. ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം തന്നെയാണ്. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഇവിടെ ഈ റെക്ടാങ്കുലർ കോയിൽ മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വലത്തോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വെർട്ടിക്കലായി വെച്ചിരിക്കുന്ന കോയിൽ വലത്തോട്ട് മൂവ് ചെയ്യാം. അപ്പൊ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടറും കോയിലും ഒരേ ഡയറക്ഷനാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് കാണാൻ സാധിക്കും. ഇനി ഇത് കോയില് വലത്തോട്ട് മൂവ് ചെയ്ത് ഇങ്ങനെ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് എത്തി. അപ്പൊ നോക്കുക, ഇവിടെ മൂവ് ചെയ്യുന്നത്, ഇനി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഇനി ഈ ഭാഗം മുകളിലേക്ക് മൂവ് ചെയ്യണം, ഈ ഭാഗം താഴേക്ക് മൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇത് മാക്സിമം EMF ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ്. നോക്കൂ, ഇവിടെ 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ മാക്സിമം EMF ഉണ്ടായി. ഇനി തിരിച്ച് വീണ്ടും വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വരുന്നു, 180 തിരിഞ്ഞു. അപ്പൊ എന്താണ്? ഇത് ഈ ഭാഗം മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വലത്തോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഡയറക്ഷൻ തന്നെയാണ് എന്ന് പറയുന്നത്. EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 0 ആയി. ഇനി നേരെ തിരിച്ച് മറുദിശയിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ, മൂവ്മെന്റ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ മാക്സിമം ആയി. ഇനി വീണ്ടും ഇവിടെ തിരിഞ്ഞു വന്നു വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ അതേ പൊസിഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിത്തീരുന്നു? ഇവിടെ എന്ന് പറയുന്നത് 0 ആയിത്തീരുന്നു. അഥവാ ഇവിടെയുള്ള EMF എന്ന് പറയുന്നത് 0 ആയിത്തീരുന്നു. ഇതിവിടെ മാക്സിമം ആയിരിക്കും, മാക്സിമം 0. അപ്പൊ നോക്കൂ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF-ഉം ഈ തിരിയുന്ന ആംഗിളും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ആദ്യം 0 ഡിഗ്രി ആയിരുന്നപ്പം EMF 0 ആയിരുന്നു. പിന്നെ EMF 90 ഡിഗ്രി ആയപ്പോൾ EMF കൂടി മാക്സിമം ആയി. 180 ആയപ്പോൾ വീണ്ടും കുറഞ്ഞ് 0 ആയി. പിന്നെ അടുത്ത 270 ഡിഗ്രി, അതായത് വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയാം 180 കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു നമുക്ക് അറിയാം. അപ്പോൾ 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കറണ്ട് താഴേക്ക് പോയി. നേരത്തെ ഇത് പോസിറ്റീവ് ആയിരുന്നു, ഇത് എന്തായി? നെഗറ്റീവായി, ഓപ്പോസിറ്റ് ഡയറക്ഷന് വന്നു. അത് 270 ആയപ്പോൾ ഇവിടെ മാക്സിമം ആയി. വീണ്ടും വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് 360 എത്തി, അത് മിനിമം ആയി. ഇനി എന്ത് സംഭവിക്കും? വീണ്ടും കൂടി കുറഞ്ഞു പോകും. അപ്പോൾ നോക്കൂ, ഡയറക്ഷൻ തുടർച്ചയായി ചേഞ്ച് ചെയ്യുന്ന ഒരു കറണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാ. ഇറ്റ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതുകൊണ്ട് ഈ ജനറേറ്ററിന് നമ്മൾ പറയുന്ന പേരുണ്ട്, ഇറ്റ് ഈസ് ആൻ AC ജനറേറ്റർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ. ഇനി ഇവിടെ നിങ്ങൾ വിചാരിക്കുക എന്തായി T എന്ന് കൊടുത്തിരിക്കുന്നതാണ്. T എന്ന് പറയുന്നത് ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടൈം ടേക്കൺ ബൈ ദ ആർമേച്ചർ കോയിൽ ഫോർ എ ഫുൾ റൊട്ടേഷൻ. നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെ എത്തുമ്പോഴാണ് ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടം തൊട്ട് 90 ഡിഗ്രി വരെ തിരിയാന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ടോട്ടൽ ടൈം പീരീഡിന്റെ ഒരു ഫുൾ റൊട്ടേഷന്റെ 4/1. അതുകൊണ്ടാണ് T/4 എന്ന് കാണിച്ചിരിക്കുന്നത്. 180 ഡിഗ്രി വരുമ്പോഴോ അത് T/2 ആണ്, ടൈം പീരീഡിന്റെ പകുതിയാണ്. മറ്റത് മുക്കാൽ ടൈം പീരീഡ്. ലാസ്റ്റ് വൺ വെൻ ഇറ്റ് കംപ്ലീറ്റ്സ് 360 ഡിഗ്രി ഇറ്റ് ഈസ് കോൾഡ് എ ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ വൺ ഫുൾ റൊട്ടേഷൻ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേം ഉണ്ട്, ഫ്രീക്വൻസി എന്ന് പറയും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫുൾ സൈക്കിൾസ് പെർ സെക്കൻഡ്. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. HZ എന്ന് എഴുതും. ഹെർട്സ് എന്ന് പറയുന്ന നെയിം ഓഫ് എ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഹെർട്സ് ആണ് ഫ്രീക്വൻസി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. നമ്മുടെ നാട്ടിലുള്ള വൈദ്യുതിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. നമുക്ക് സപ്ലൈ കിട്ടുന്ന, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന വൈദ്യുതി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ആ വൈദ്യുതി ഉണ്ടാക്കപ്പെടുന്നത്. അഥവാ ഒരു സൈക്കിളിൽ 2 പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഫുൾ സൈക്കിൾ ആകുമ്പോൾ 2 പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ 50 ഹെർട്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ്. അഥവാ 100 ടൈംസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ സി ജനറേറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2, അതിൽ നടക്കുന്നത് എന്താണ്, മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. 3, അതിന്റെ ഭാഗങ്ങൾ. 4, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിത് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഡി സി ജനറേറ്റർ. നമ്മൾ നേരത്തെ കണ്ടതാണ്. എ സി ജനറേറ്ററിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്ന കറണ്ടാണ്. അതിനെ നമ്മൾ എ സി ജനറേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഡി സി ജനറേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഡി സി ജനറേറ്ററും എ സി ജനറേറ്ററുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹാഫ് റിംഗ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മുന്നേ ഉണ്ടായിരുന്നത് ഒരു ഫുൾ റിംഗ് ആയിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഹാഫ് റിംഗ് ആണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഈ റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ B1 എന്ന് പറയുന്ന ബ്രഷിന്റെ ഭാഗം എപ്പോഴും മുകളിലേക്ക്, അഥവാ മുകളിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്ന ഭാഗമായിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, AB എന്ന് പറയുന്ന വശവും CD എന്ന് പറയുന്ന വശവും B1 എന്ന് പറയുന്ന ബ്രഷിനോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിന് ഡയറക്ഷൻ മാറ്റമില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. ഇത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ടാണ്, കറണ്ട് എങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ട്, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു മുകളിലേക്ക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വലത്തോട്ടാകുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ ഇത് A to B ആണ്, ഇവിടെ C to D ആയിരിക്കും. അപ്പോൾ ഇനി ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് A to D ആണ്, അഥവാ B2 to B1 ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെയും CD എന്ന് പറയുന്ന വശം ഇടതുവശത്തെത്തി. ഇനി CD എന്ന് പറയുന്ന വശം മുകളിലേക്ക് പോവുകയാണ്. അന്നേരം റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോർത്ത് ടു സൗത്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. വീണ്ടും കറണ്ട് അങ്ങോട്ട് തന്നെയാണ്. കറണ്ട് D to C ആണ്. D to C ആണ്. ഇവിടെ B2A ആണ്. പക്ഷെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പം B2 എന്ന് പറയുന്ന ബ്രഷ് ഈ സൈഡിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, B2 to B1 ആണ്. അതിൽ വരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ, ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ വ്യത്യാസമില്ല. ഈ രണ്ട് കേസിലും എങ്ങനെ തന്നെയാണ്, B2 to B1 ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അഥവാ 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാലും കറണ്ടിന്റെ ഡയറക്ഷൻ ഔട്ട്പുട്ടിൽ കിട്ടുന്നതിന് മാറ്റമില്ല. അഥവാ നമുക്ക് സ്ഥിരമായിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ B2 to B1 ആയിരിക്കും. ഒരേ ഡയറക്ഷനുള്ള കറണ്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഡയറക്റ്റ് കറണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്താണ്, അവിടെ സ്ലിപ്പ് റിംഗിന് പകരം ഇവിടെ സ്പ്ലിറ്റ് റിംഗ്സ് ഉപയോഗിച്ചു. അതേപോലെ സ്പ്ലിറ്റ് റിംഗ്സിന്റെ എന്താണ് പ്രത്യേകത, ഈ B1 എന്ന് പറയുന്ന ബ്രഷ് എപ്പോഴും മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സൈഡിനോടാണ് കോണ്ടാക്ട് വരുന്നത്. ഇവിടെ നോക്കൂ, AB എന്ന് പറയുന്ന വശം മുകളിലേക്ക് മൂവ് ചെയ്തു. ഇവിടെയും CD എന്ന് പറയുന്ന വശം മുകളിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് B1 എന്ന് പറയുന്ന ബ്രഷാണ്. അതുകൊണ്ടാണ് ഡയറക്ഷൻ മാറ്റമില്ലാതെ ഔട്ട്പുട്ടിൽ ഒരേ കറണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം, എന്താണ് വ്യത്യാസം എന്നും എന്താണ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിന്റെ പ്രത്യേകത എന്ന്. വ്യത്യാസം സ്ലിപ്പ് റിംഗിന് പകരം സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ചു. ഔട്ട്പുട്ടിലെ വ്യത്യാസം എന്ന് പറയുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ 3 കാര്യങ്ങളാണ് ആദ്യം നമ്മൾ കണ്ട ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതും ബാറ്ററിയിൽ നിന്നിട്ടുള്ള ഒരു കറണ്ടും, പിന്നെ ഇപ്പം നമുക്ക് ജനറേറ്റ് ചെയ്ത DC ജനറേറ്ററിലെ കറണ്ടും. ഒന്ന് ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഇനി EMF 0യിൽ നിന്ന് മാക്സിമം വന്നു, മിനിമം വന്നു, -0 വന്നു, നെഗറ്റീവ് മാക്സിമം വന്നു, 0 വന്നു, അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ EMF ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. EMF ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഇനി ഒരു ബാറ്ററി നമുക്ക് ഗാലനോമീറ്ററിനോട് കണക്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും, അതൊരു വശത്തേക്ക് ഡിഫ്ലക്ട് ചെയ്ത് സ്ഥിരമായിട്ട് നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ സംഭവിക്കുന്നത്, ഡയറക്ഷന് മാറ്റമില്ല, നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അതുപോലെ അതിന്റെ EMFന് മാറ്റമുണ്ടോ, ഇല്ല, EMFനും മാറ്റമില്ല, നോ ചേഞ്ച് ഇൻ EMF. ഇനി മൂന്നാമത്തത് ഒരു DC ജനറേറ്റർ. DC ജനറേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട DC ജനറേറ്റർ ആണെങ്കിലും ഈ പറയുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത് മുകളിലേക്ക് എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റിക് ഫീൽഡും മൂവ്മെന്റ് ഓഫ് ദി കണ്ടക്ടറും പാരലൽ ആവും. ആ സമയത്ത് മിനിമം കറണ്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ വരുമ്പോൾ വീണ്ടും കറണ്ട് മാക്സിമം ആവും. അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പറയുന്ന പോലെ ഡയറക്ഷൻ മാറുന്നില്ല, ഡയറക്ഷൻ റിമൈൻസ് സെയിം, direction remains same but EMF increases and decreases. ഡയറക്ഷൻ സെയിം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നോക്കി ഇത് പോസിറ്റീവിലേക്ക് മാത്രമേ ഉള്ളൂ, മുകളിലേക്ക് മാത്രമേ ഉള്ളൂ, താഴേക്കില്ല. അപ്പോൾ ഡയറക്ഷൻ മാറാതെ എന്നാൽ EMF കൂടി കുറഞ്ഞു വരുന്നു. അതാണ് ജനറേറ്റർ DC ജനറേറ്റർ നമുക്ക് വരുന്ന EMF. അല്ലെങ്കിൽ നമ്മൾ അതിനെ പൾസേറ്റിംഗ് DC എന്ന് പറയാറുണ്ട്. പൾസേറ്റിംഗ് DC എന്ന് വെച്ചാൽ വേരി ചെയ്യുന്ന DC എന്നർത്ഥം. ഡയറക്ഷൻ അല്ല, മാഗ്നിറ്റ്യൂഡ്, അതിന്റെ അളവ് മാത്രം വേരി ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയിട്ട് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന്, അതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കണ്ട AC ജനറേറ്റർ ആൻഡ്
പിന്നീട് കണ്ട DC ജനറേറ്റർ. ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്ത ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.